അപ്പോൾ തുടക്കത്തിൽ പ്രേക്ഷകരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് നമുക്കൊപ്പം ഒരു അതിഥി ചേരുന്നുണ്ട് എന്നുള്ളത് മറ്റാരുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെയാണ്. ഇന്നലെ അദ്ദേഹം ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരുന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ മധ്യവേനൽ അവധി അത് ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റിയാൽ കുറച്ചുകൂടി നന്നാകില്ലേ എന്ന തരത്തിലാണ് അദ്ദേഹം ഒരു ചർച്ച തുടങ്ങി വെച്ചത്. അപ്പോൾ പൊതുജനങ്ങൾക്ക് അഭിപ്രായം പറയാം. രക്ഷകർത്താക്കളുടെയും പൊതുജനങ്ങളുടെയും അധ്യാപകരുടെയും ഒക്കെ അഭിപ്രായം പരിഗണിച്ച് മാത്രമേ അത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളുന്നതിലേക്ക് കടക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സമയമായിരുന്നു അനുവദിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കമന്റായി അടക്കം ഒരുപാട് അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ. അപ്പോൾ നിലവിൽ ആ തുടങ്ങി വെച്ച ചർച്ചയുടെ സാഹചര്യം അത് എവിടെ വരെ എത്തി എന്നുള്ളത് നമുക്ക് മന്ത്രിയോട് തന്നെ ചോദിക്കാം. വിദ്യാഭ്യാസ മന്ത്രി നമുക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം മിനിസ്റ്റർ ന്യൂസ് 18 കേരളത്തിലേക്ക്. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ചർച്ച എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വളരെ ആകാംക്ഷയോടെ അറിയേണ്ട ഒരു കാര്യം. അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് കമന്റുകൾ ഇതിനോടകം വന്നതൊക്കെ നമ്മൾ കണ്ടു. എങ്ങനെയാണ് മിനിസ്റ്റർ വിലയിരുത്തുന്നത്? കൂടുതൽ അനുകൂലിച്ച ആളുകളാണോ അതോ പ്രതികൂലിച്ച ആളുകളാണോ? അല്ല, ഇതിലിപ്പോൾ ഒരു വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കേണ്ട കാര്യമല്ല. ഞാനിതൊരു ഔദ്യോഗിക കാര്യമായിട്ടല്ല പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം കഴിഞ്ഞ 4 വർഷക്കാലത്തെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നതിന് വേണ്ടി തയ്യാറായത്. ഇത് 47 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ മേഖലയിലും നിഷ്പക്ഷമായുള്ള ഒരു ചർച്ച ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ആ ചർച്ചയുടെ ഫലമായി നമുക്ക് വരേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് 1% മുന്നിൽ നിൽക്കുന്ന അഭിപ്രായം. ആ അഭിപ്രായം കുട്ടികൾക്ക് ഗുണമാവണം. ഏത് തീരുമാനം എടുത്താലും കുട്ടികൾക്ക് അത് ഗുണമാകണം എന്നുള്ള നിലയിലുള്ള നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മുടെ ഐക്യകേരള രൂപീകരണത്തിന് ശേഷം ഒരു പ്രാവശ്യം മറ്റോ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൽ ഒരു നിർബന്ധവുമില്ല. അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്ത ശേഷമുള്ള ചർച്ച, പ്രതിഷേധം, ബഹിഷ്കരണം, അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. എല്ലാവരും കൂടെ കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഞാൻ ആലോചിച്ചപ്പോൾ ഈ ജൂൺ മാസം 1-ാം തീയതിയാണ് നമ്മുടെ KER പ്രകാരം സ്കൂളുകൾ ഓപ്പൺ ചെയ്യേണ്ടത്. ഈ പ്രാവശ്യം ജൂൺ മാസം 2-ാം തീയതി ആയി. കാരണം സൺഡേ ആയിരുന്നു 1-ാം തീയതി എന്ന് പറയുന്നത്. ഈ സമയത്ത് ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസരമാണ്. എങ്കിൽ തന്നെയും ഏതാണ്ട് ഒരു 2 മാസക്കാലം ശക്തമായ മഴയും ചെറിയ മഴയും ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന അവസരമാണ്. ഇതിൽ രക്ഷകർത്താക്കളെ സംബന്ധിച്ചാൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഈ ശക്തമായ മഴ ഉണ്ടാവുന്ന അവസരത്തിൽ ബസ്സിലൊന്നും യാത്ര ചെയ്യാത്ത സാധാരണക്കാരായ കുട്ടികൾക്ക് സ്കൂൾ ബസ്സിലൊന്നും യാത്ര ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. 2, ഈ കുട്ടനാട് ഭാഗത്ത് ആണെങ്കിൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മാസക്കാലത്ത് സ്കൂൾ തുറക്കാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നു. 3-ാമത്തെ കാര്യം, മഴ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ 25% സ്കൂളുകളും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ചാൽ പിന്നെ ഒരു 2 മാസക്കാലം കഴിഞ്ഞിട്ട് അവിടെ പഠനം ആരംഭിക്കുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. 4-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തീരദേശത്ത് ശക്തമായ മഴ വന്നു കഴിഞ്ഞാൽ അവിടെ പട്ടിണിയും അതുപോലെ തന്നെ അവർക്ക് അവരുടെ തൊഴിലിനെ ബാധിക്കുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങളും കടലിൽ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളും അതെല്ലാം കുട്ടികളെയും ബാധിക്കുന്നു. കുട്ടികൾക്കും സ്കൂളിൽ വരാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ശക്തമായ കാറ്റും കൂടിയുണ്ട്. അപ്പോൾ അപകട സാധ്യത കൂടുതൽ ഈ മഴക്കാലത്ത് ഉണ്ടാവുകയാണ്. അത് മതിലടി ഇടിഞ്ഞു വീഴുന്ന കാര്യമായിരുന്നാലും അതുപോലെ മരം പൊട്ടി വീഴുന്ന കാര്യമായിരുന്നാലും വൈദ്യുത കമ്പി, അതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലോ. പൊട്ടി വീഴുന്ന കാര്യങ്ങളായിരുന്നാലും അതൊക്കെ സാധിക്കുന്നുണ്ട്. മറ്റേ വേനലവധി എന്നാണല്ലോ പറയുന്നത്. ആ സമയത്ത് ഉള്ള കാര്യം അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഈ മഴയത്ത് ആകുമ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം. അതുപോലെ തന്നെ
വെള്ളത്തിന്റെ പ്രശ്നം വേനൽക്കാലത്തുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നെല്ലാം പറഞ്ഞുള്ള അഭിപ്രായങ്ങളൊക്കെ ഞാൻ വായിച്ചു. ഫേസ്ബുക്ക് ബുക്കിൽ ഒക്കെ അതെ, കുറെ ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ വിദഗ്ധരും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട് മിനിസ്റ്റർ. അതായത് ഈ വേനൽക്കാലത്ത് രൂക്ഷമായിട്ടുള്ള ചൂടാണ്. ആ ചൂടുള്ള സമയത്ത് കുട്ടികൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അവരുടെ ആരോഗ്യത്തെയും ഈ പഠനശേഷിയും പോലും അത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയും അവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമാണ്. നമുക്കത് ആലോചിക്കാൻ അവർ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് കളയുന്നൊന്നുമില്ല. നമുക്കതടക്കം ആരോഗ്യരംഗത്തെ പ്രമുഖർ പറയുന്ന അഭിപ്രായം കാണേണ്ടതായിട്ടുണ്ട്. മറ്റ് പ്രായോഗിക പരിജ്ഞാനമുള്ളവർ പറയുന്ന കാര്യം അനുസരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഈ അഭിപ്രായങ്ങൾ വ്യക്തിപരമായി ആവാൻ വേണ്ടി പാടില്ല. ഞാനീ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് തള്ളിക്കളയാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കണം. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതല്ലാതെ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിക്കണം, വേറെ ബന്ധപ്പെട്ടവരെ കണ്ട് സംസാരിക്കണം. നമുക്ക് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. പ്രതിപക്ഷത്തോട് സംസാരിക്കണം. അങ്ങനെയെല്ലാം പിന്നെ ഒരു എടുക്കുന്ന തീരുമാനം എന്തായിരുന്നാലും അത് കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും അവരുടെ പഠനത്തിനും ഗുണപരമായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ, മിനിസ്റ്റർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് കാലാവസ്ഥയുടെ കാര്യമാണ് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണല്ലോ. അതായത് ഇപ്പോൾ ജൂൺ ജൂലൈയിൽ മഴ അധികമായി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മഴക്കെടുതി രൂക്ഷമായ സാഹചര്യമാണ്. നമുക്കതിനെ തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഈ മഴ ഇപ്പോൾ ജൂൺ ജൂലൈയിൽ തന്നെ അതിരൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കത് പ്രവചിക്കാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യം കൂടി മുന്നിലുണ്ട്. ഓഗസ്റ്റിൽ അതിരൂക്ഷമായ മഴ പെയ്തേക്കാം. അങ്ങനെ നമുക്ക് മുന്നിൽ സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. നേരത്തെ മന്ത്രി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. 1970-ലായിരുന്നു ഇത്തരത്തിൽ ഈ സ്കൂൾ വേനൽ അവധി ജൂൺ ജൂലൈയിലേക്ക് മാറ്റിയത്. അപ്പോൾ സംഭവിച്ചത് അത് ഒരു വർഷം മാത്രമേ നടപ്പായുള്ളൂ. അത് മാറ്റാൻ തന്നെ കാരണം ആ സമയത്ത് മഴ ലഭിച്ചില്ല. പിന്നീട് ഓഗസ്റ്റിലാണ് അതിരൂക്ഷമായ മഴയും മഴക്കെടുതിയും ഉണ്ടായത് എന്നുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ പ്രവചിക്കാൻ പറ്റാത്തൊരു കാലാവസ്ഥാ സാഹചര്യം നമുക്ക് മുന്നിലുള്ളപ്പോൾ ഏത് ഘട്ടത്തിൽ ഇത് നടപ്പാക്കും അല്ലെങ്കിൽ അവധി മാറ്റുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണകരമാകുമോ എന്നത് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എനിക്കറിയാം, മന്ത്രി തന്നെ സൂചിപ്പിച്ചു, നമുക്ക് എല്ലാവർക്കും അറിയാം അതാരെ നിർബന്ധിച്ച് ഏൽപ്പിച്ചതൊന്നുമല്ല, അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുകയല്ല. ആരോഗ്യപരമായ ഒരു ചർച്ചയാണ് തുടക്കം കുറിച്ചത് എന്നത്. ഇതിലിപ്പോൾ നമ്മുടെ നിയമപരമായി നോക്കിക്കഴിഞ്ഞാൽ KER ചാപ്റ്റർ 7 ഇത് വിശദമായി പറയുന്നുണ്ട്. സ്കൂൾ അടപ്പും തുറപ്പും അറ്റൻഡൻസും അത്തരം കാര്യങ്ങൾ. അതുപോലെ വെങ്കട്ടരാമണ ഫണ്ട് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു കോടതി കേസുണ്ട്. അപ്പം ഇത് കോടതിയിലും പോലും ഈ അഭിപ്രായം കോടതിയിൽ പോലും ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം തേടിയിട്ടുള്ളതാണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഒരു ആരോഗ്യകരമായ ചർച്ചയായി മാറട്ടെ. നമുക്ക് എല്ലാവർക്കും കൂട്ടി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കാം. എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും നമുക്കത് കുട്ടികൾക്ക് ഗുണമായിരിക്കണം. അപ്പോൾ ഇതിലിപ്പം പിന്നെ കടുത്ത ചൂട് നമുക്ക് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ വിചാരിച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് കഴിയില്ല. ഈ മഴ സീസൺ മാറ്റുന്നതിന് വേണ്ടിയും നമുക്ക് കഴിയില്ല. ഇത് രണ്ടും വെച്ചുകൊണ്ട് മഴയും യാഥാർത്ഥ്യമാണ്, കടുത്ത ചൂടും യാഥാർത്ഥ്യമാണ്. ഇതിൽ കുട്ടികൾക്ക് ഗുണം, രക്ഷകർത്താക്കൾക്ക് പ്രയോജനം, ഇതിൽ ഏതാണെന്ന് നമ്മൾ വിലയിരുത്തിക്കൊണ്ട് ആ കാര്യം തീരുമാനിക്കുന്നത് തെറ്റില്ല. അത് ഒരു ചർച്ചയിലൂടെ മാത്രം ഏകപക്ഷീയമായി മന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ തീരുമാനിക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടില്ല. മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടെ ചോദിച്ചതിന് ശേഷം മറ്റ് മുന്നോട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ് എൻ്റെ മുന്നിലുള്ളത്.